മൂന്ന് കാര്യങ്ങൾ ശ്രേഷ്ഠകരം എന്ന് പറയുന്ന ഈ ഹദീസിൽ മൂന്നാമത്തെ കാര്യമായിട്ട് പറയുന്നത് ഹജ്ജിനെയാണ്. സ്ത്രീകളുടെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ ജിഹാദ് എന്ന് പറയുന്നത് എന്ന് മുകളിൽ പറഞ്ഞ ഈ ഹദീസിൽ ഉൾപ്പെടെ കാണുന്നത് കൊണ്ട് കൂടിയായിരിക്കും അവർ ചോദിച്ചത്. ഞങ്ങളും ജിഹാദിൽ ഇറങ്ങി പടപൊരുതേണ്ടതുണ്ടോ? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ജിഹാദ് എന്ന് പറയുന്നത് ഈ ഹജ്ജ് നിർവഹിക്കുക, ഹജ്ജും ഉംറയും നിർവഹിക്കുക. കാരണം അത്രയും ത്യാഗപൂർണ്ണമേ അത് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിന് പോകാൻ പറഞ്ഞാൽ ഒരു ജിഹാദായ കർമ്മം തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. വേറൊരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, അൽ ഉംറത്തു ഇലൽ ഉംറ കഫാറത്തുൽ ലിമാ ബൈനഹുമ വൽ ഹജ്ജുൽ മബ്രൂർ. ആ ഹദീസിന്റെ തുടർച്ചയാണ് വൽ ഹജ്ജുൽ മബ്രൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഒരു ഉംറ ഒരാൾ ചെയ്യുന്ന ഒരു ഉംറ അടുത്തൊരു ഉംറ അയാൾ ചെയ്യുന്ന ഒരു 5 വർഷത്തിന് ശേഷമാണ് എന്ന് നമ്മൾ ഉദാഹരണത്തിന് വെക്കുക. അതിൻ്റെ ഇടയിൽ വന്നു പോയിട്ടുള്ള പാപങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണെന്ന് പറയുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മബ്രൂറായ ഹജ്ജിന് സ്വർഗമല്ലാതെ മറ്റൊരു പ്രതിഫലവും ഇല്ല. അപ്പോൾ മബ്രൂറായ ഒരു ഹജ്ജ് ഒരാൾ ചെയ്താൽ അയാൾക്ക് സ്വർഗം ലഭ്യമാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് ഹദീസുകളിലൂടെയും മനുഷ്യർ ഹജ്ജ് നിർവഹിക്കണം എന്ന കാര്യം ഇസ്ലാം വളരെ പ്രാധാന്യപൂർവ്വം ജീവിതത്തിന് ഈ അടിസ്ഥാനങ്ങൾ ബോധ്യപ്പെടുത്തുന്ന ഒരു കർമ്മം എന്ന അർത്ഥത്തിൽ ആ ഒരു പ്രാധാന്യമുള്ളത് കൊണ്ടാണ് ഹജ്ജ് ഒരു സംഭവമായി ഇസ്ലാമിൽ മാറിയിട്ടുള്ളത്. എല്ലാ മനുഷ്യരും അവിടെ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്നത്, ഒരിക്കൽ പോയ ആൾക്ക് പിന്നെയും പോകണം എന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കാന്തം പോലെ വിശ്വാസിയെ ഹജ്ജിൻ്റെ മണ്ണ് പിടിച്ചു വലിക്കും എന്നതുകൊണ്ടാണ്. ഈ ഹജ്ജിനെ ഇത് പറഞ്ഞത് ഇപ്പോൾ ആദ്യം പറഞ്ഞത് ജാമിഉൽ ഹിബാദ് എന്ന് പറഞ്ഞു, അത് വളരെയധികം പറഞ്ഞ പൊതുവിൽ നമ്മൾ ശ്രദ്ധിക്കാത്തൊരു സംഗതിയാണ്. ആ അർത്ഥത്തിൽ കൂടി പ്രാധാന്യമുള്ള നമ്മൾ ഒരാളൊരു മുഅ്മിനായ ഒരാൾ കണ്ട് പരിചയിച്ചു വന്ന കാര്യങ്ങളൊക്കെ ചേർത്ത് പിടിക്കുന്നതാണ്. അതോടുകൂടിയാണ് കൂടുതലായിട്ട് അയാൾക്ക് ഈമാൻ വർദ്ധിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു അനുഭവം അതോട് ഉണ്ടാവും എന്നാണ് മനസ്സിലാകുന്നത്, അല്ലെ? എങ്ങനെയാണ് ഈ ഹജ്ജ് കഴിഞ്ഞു വന്ന ആളുകളൊക്കെ കാണുമ്പോൾ ആ അർത്ഥത്തിൽ എന്താണ് നിങ്ങളുടെ അനുഭവം? അതുകൂടി അതിൽ ചേർത്ത് പറഞ്ഞാൽ നന്നായി. ഓക്കെ, ഇസ്ലാമിലെ എല്ലാ കർമ്മങ്ങളുടെയും പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് മനുഷ്യനിൽ തഖ്വയുടെ വർധന ഉണ്ടാവുക എന്നതാണ്.